പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ ഈ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ മയക്കുമരുന്ന് കേസുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഈ മയക്കുമരുന്ന് കേസുകൾ പരിശോധിക്കാനായും അത്തരക്കാരെ പിടികൂടാനുമായും പ്രത്യേക സംവിധാനം ഉൾപ്പെടെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അക്കാര്യം നമുക്ക് SI സുഹൈൽ അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ ഒരു സംവിധാനം, ആ ഒരു യന്ത്രം കൈമാറുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടന്നത്. എന്തായാലും അക്കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് സുഹൈൽ സാറിനോട് ചോദിക്കും. സാർ, എങ്ങനെയാണ്, എത്ര കാലം മുൻപാണ് ശരിക്കും ഒരു സംവിധാനം പഴയങ്ങാടി സ്റ്റേഷനിൽ കൊണ്ടുവന്നത്? ശരിക്കും ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയായിരുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് മയക്കുമരുന്ന് കേസുകൾ പിടികൂടാനായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയും. ഇത് ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ആദ്യമായി ഈ കിറ്റ് കാരുണ്യ പോളിക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ നമുക്ക് നൽകപ്പെടുന്നത്. അത് ഒരു ദിവസം ഇങ്ങനെ മഹമ്മൂദ് ഖാനെ കണ്ട സമയത്ത് ഞാൻ ഒരു സജഷനായി പറഞ്ഞപ്പോൾ അത് അവർ വളരെ പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുകയും പെട്ടെന്ന് തന്നെ നമുക്കത് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാമെന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 50ഓളം കിറ്റുകളാണ് നേരത്തെ നൽകിയത്. അത് പരിശോധിച്ച് ധാരാളം കുട്ടികളെയും മുതിർന്ന ആളുകളെയും പരിശോധിക്കുകയും ആ പരിശോധനയിലൂടെ ധാരാളം ആളുകളെ നല്ല ജീവിതത്തിലേക്ക് അവരുടെ ആ ലഹരിയുടെ മാർഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം, എങ്ങനെയാണ് പരിശോധന എങ്ങനെയാണ്? ഇത് സിംഗിൾ യൂസ് സാഷറ്റ് പോലുള്ള ഒരു കിറ്റാണ്. നമുക്ക് ഒരു കിറ്റ് ഉപയോഗിച്ച് ഒരാളെ പരിശോധിക്കാം. അതുപോലത്തെ 50 എണ്ണമാണ് നേരത്തെ വന്നത്. ഇതിൻ്റെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ സാധനം. അതുകൊണ്ട് തന്നെ നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നാട്ടിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് നിലവിൽ യൂസ് ചെയ്തത്. ഇതെങ്ങനെയാണ് ഈ സംശയാസ്പദമായ ആളുകളെ പിടികൂടി എങ്ങനെയാണ് ഈ പരിശോധന എങ്ങനെയാണ് നടത്താറുള്ളത്? ആരൊക്കെയാണ് പരിശോധനയിൽ വിധേയമാക്കാറുള്ളത്? നമുക്ക് സംശയം തോന്നുന്ന ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അതുപോലെ തന്നെ ചില രക്ഷിതാക്കൾ മക്കളുടെ കാര്യത്തിൽ സംശയം പറഞ്ഞ് വരാറുണ്ട്. അത്തരം ആളുകളെയും നമ്മൾ സൗജന്യമായിട്ട് തന്നെ ഈ കിറ്റിലൂടെ പരിശോധിച്ച് അവർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ യൂസ് ചെയ്യുന്നവരെ പോസിറ്റീവായിട്ട് കിട്ടുന്ന ആളുകളെ, അഥവാ ടെസ്റ്റിൽ പോസിറ്റീവ് ആവുന്ന ആളുകളെ നമ്മൾ പ്രോപ്പറായിട്ട് തളിപ്പറമ്പുള്ള കൗൺസിലിംഗ് സെൻ്ററിലേക്ക് റെഫർ ചെയ്യുകയും അവരെ അവരുടെ നല്ല ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനവും നടത്തുന്നു. ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എത്ര മിനിറ്റ് മുൻപ് വരെ ഈ മയക്കുമരുന്ന് യൂസ് ചെയ്തവരെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? അത് നമുക്കിത് 6 മാസം മുമ്പ് വരെ ഉപയോഗിച്ചവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വ്യത്യസ്തമായ കിറ്റുകളുണ്ട്. ഒരാഴ്ച മുമ്പ് ഉപയോഗിച്ചവരെ കാണാനും 24 ഹവറിൽ കാണാനുള്ള പ്രൊവിഷൻസും ഇതിലുണ്ട്. ഇപ്പൊ ഈ ഒരു കാലയളവിൽ തന്നെ ഒരുപാട് മയക്കുമരുന്ന് കേസുകൾ സാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. എത്രയൊക്കെ കേസുകൾ ഇപ്പൊ നമുക്ക് നിലവിൽ കണ്ടെത്താനായിട്ടുണ്ടെന്നുള്ളത് കാര്യം. നമ്മൾ ഏകദേശം ഒരു വർഷത്തിൽ 200-ലധികം കേസുകൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 300ഓളം കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും അതിൻ്റെ കൂടിയ ക്വാണ്ടിറ്റിയിലുള്ള ആളുകളെയും നമ്മൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കിറ്റ് വന്നതിന് ശേഷം കുറേ ആളുകളെ നമുക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യം. അപ്പോൾ ഈ സാർ നേരത്തെ പറയേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പറയാനുള്ളത്? പഴയങ്ങാടിലെ കാരുണ്യ പോളിക്ലിനിക്ക് സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാണ്. അതിനനുസരിച്ചുള്ള പണമോ ലാഭമോ അല്ല അതിൻ്റെ പ്രതീക്ഷ. അത് സമൂഹത്തെ ആരോഗ്യപരിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക. അതോടൊപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മേഖലയിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥികളടക്കം കാർന്നു നിന്ന് ഏറ്റവും വലിയ മാരകമായ ഒരു വിപത്തായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുകയാണ്. സുഹൈൽ സർ കണ്ടപ്പോൾ താങ്കളുടെ പത്രപ്രവർത്തനമല്ലേ, അപ്പോൾ കാരുണ്യ പോളിക്ലിനിക്കിലല്ലേ? അപ്പോൾ അതുമായിട്ട് ഞാൻ കാരുണ്യ പോളിക്ലിനിക്കിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സാദിഖുർ റഹ്മാൻ. സാദിഖുർ റഹ്മാനടുത്ത് ഈ കാര്യം ഞാൻ പങ്കുവച്ചപ്പോൾ നമുക്ക് കൊടുക്കാം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ ആദ്യ സംരംഭം കൊടുക്കുകയും ആദ്യമായി സംരംഭത്തിൽ ഇറങ്ങുകയും ചെയ്തു. ആദ്യ സംരംഭം പരിപൂർണ്ണ വിജയമായ ഈ സുഹൈൽ സർ പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ ഘട്ടവും ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുകയാണ്. കാരണം മയക്കുമരുന്ന് കൊണ്ടുണ്ടാകുന്ന വിപത്തുകളിൽ അടിമപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ചികിത്സക്കെത്തുകയും പലരും ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 200ഓളം ആളുകളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സുഹൈൽ സാറിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അത് 100% ശരിയാണ്. നിങ്ങൾക്കറിയാലോ, പോലീസ് ഓഫീസറാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ അഭിമാനമുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന് ഗുണകരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പോളിക്ലിനിക് പോലീസിനോടൊപ്പം മുന്നുണ്ടാകും എന്നാണ് പറയുന്നത്. സാറും അതുപോലെ തന്നെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു വിഷയം. അത് മാത്രമല്ല, ഇപ്പം യുവതലമുറയിൽ പലരും ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് പേരെ ഇതിനോടകം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് സുഹൈൽ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുവരണമെന്നൊരു നിർദ്ദേശം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.